സുഹൃത്തുക്കളെ, സുന്ദരവും ആരോഗ്യകരവും ചെറുപ്പവുമായിരിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് സുന്ദരമായി കാണപ്പെടാനും യുവത്വം നിലനിർത്താനും ഒരിക്കലും രോഗിയാകാതിരിക്കാനുമാണ്. എന്നാൽ ഇന്ന് ജീവിതത്തിൽ ഇത്രയധികം സമ്മർദ്ദവും വിഷാദവും ഡിപ്രഷൻ നിലനിൽക്കുന്നു. 25 വയസ്സുള്ള യുവാക്കൾ പോലും 50 വയസ്സുള്ളവരെ പോലെ കാണപ്പെടുന്നു. അപ്പോൾ 50 വയസ്സുള്ളവരുടെ കാര്യം എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 4 ഫലങ്ങളെക്കുറിച്ചാണ്. ഈ പഴങ്ങൾ വാർദ്ധക്യത്തിലും നിങ്ങളെ ചെറുപ്പമായും ഊർജ്ജസ്വലനായും ആരോഗ്യവാനായും നിലനിർത്തും. പ്രകൃതി മാതാവ് നമുക്ക് അത്തരം വസ്തുക്കൾ നൽകിയിട്ടുണ്ട്. അവ കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും ആ കാര്യങ്ങൾ കഴിക്കാറില്ല. ആരോഗ്യത്തോടെ ഇരിക്കാനും ചെറുപ്പമായി കാണപ്പെടാനും നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നു. വിപണിയിൽ ലഭ്യമായ വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവ നിങ്ങളെ ചെറുപ്പവും ആരോഗ്യവാനുമായി നിലനിർത്തുന്നതിനു പകരം നിങ്ങളുടെ ശരീരത്തിൽ പല രോഗങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറുപ്പമായി ഇരിക്കാനും രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി പങ്കിടുക. കഥയിലേക്ക് വരൂ, നമുക്ക് തുടങ്ങാം. ഒരിക്കൽ ആയുർവേദത്തിൽ വലിയ ജ്ഞാനിയായ ഒരു ഗുരു തന്റെ ആശ്രമത്തിലേക്ക് ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. വഴിയിൽ ഒരു ഗ്രാമം വന്നു. ഗുരു വളരെ ദൂരെ നിന്ന് ഒരു നീണ്ട യാത്രയിലായിരുന്നു. അതിനാൽ കുറച്ചുനേരം അവിടെ വിശ്രമിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഗുരുവിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുറച്ച് ശിഷ്യന്മാരുമുണ്ടായിരുന്നു. ഗുരു ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ തുടങ്ങിയ ഉടൻ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആളുകൾ അവിടെ കൂടി. എല്ലാവരും ഗുരുവിനെ വണങ്ങി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് വലിയ ആത്മജ്ഞാനിയാണ്. അങ്ങയെക്കുറിച്ച് ഞങ്ങൾ പല ചർച്ചകളും കേട്ടിട്ടുണ്ട്. ദയവായി അങ്ങ് ഞങ്ങൾക്ക് കുറച്ച് അറിവ് നൽകിയാലും. എല്ലാ ആളുകളുടെയും വാക്കുകൾ കേട്ട് ഗുരു പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയൂ. അപ്പോൾ ആ സദസ്സിൽ നിന്ന് ഒരു വൃദ്ധൻ എഴുന്നേറ്റ് പറഞ്ഞു, മഹാരാജ്, എനിക്കിപ്പോൾ വെറും 40 വയസ്സ് മാത്രമാണ് പ്രായം. പക്ഷേ എനിക്കൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് പെട്ടെന്ന് വളരെ ക്ഷീണം വരും. എന്റെ കാലുകൾക്ക് തളർച്ച വന്നിരിക്കുന്നു. എനിക്ക് കുറച്ചു ദൂരം പോലും നടക്കാൻ കഴിയുന്നില്ല. എന്റെ ശരീരത്തിൽ ധാരാളം രോഗങ്ങൾ കൂടുകൂട്ടിയിരിക്കുന്നു. ദയവായി എന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പറഞ്ഞു തരിക. ഞാൻ പല സ്ഥലത്തും ചികിത്സിച്ചു. പക്ഷേ എന്റെ ആരോഗ്യത്തിൽ ഇതുവരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. എന്റെ ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഞാൻ ഈ അവസ്ഥയിൽ തുടർന്നാൽ ഞാൻ വളരെ വേഗം മരണപ്പെടും. അപ്പോഴേക്കും 25 വയസ്സുള്ള ഒരു യുവാവ് എഴുന്നേറ്റു. എന്നാൽ കാഴ്ചയിൽ അയാൾക്ക് 50 വയസ്സുണ്ടായിരുന്നു. അയാൾ ഗുരുവിനെ വണങ്ങിയിട്ട് പറഞ്ഞു, മഹാരാജ്, എനിക്കിപ്പോൾ 25 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്റെ പ്രായത്തേക്കാൾ വളരെ കൂടുതലായി ഞാൻ കാണപ്പെടുന്നു. എന്റെ മുഖത്ത് ചുളിവുകൾ വീണിരിക്കുന്നു. എന്റെ ശരീരത്തിലെ ഊർജ്ജം പൂർണ്ണമായും ഇല്ലാതായി. കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ വളരെ ക്ഷീണിച്ചു പോകുന്നു. എനിക്ക് വളരെയധികം ആലസ്യം, മടിയുണ്ട്. ഒരു കാര്യത്തിലും എന്റെ മനസ്സ് ഉറക്കുന്നില്ല. എനിക്കെപ്പോഴും ക്ഷീണം തോന്നുന്നു. ദയവായി ഞങ്ങൾക്ക് എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞു തരിക. അതിലൂടെ ഞങ്ങളുടെ പണം അധികം ചെലവാകില്ല. ഞങ്ങളുടെ ആരോഗ്യവും പൂർണ്ണമായി ശരിയാകും. സദസ്സിലുണ്ടായിരുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട് ഗുരു പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് എന്റെ അടുത്ത് പരിഹാരമുണ്ട്. ഇതിന് നിങ്ങൾക്ക് അധികം പണം ചെലവഴിക്കേണ്ടി വരില്ല. ഈ വസ്തുക്കൾ നിങ്ങൾക്ക് ദോഷം വരുത്തുകയുമില്ല. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും സന്തോഷിച്ചു. അവർ ഗുരുവിനോട് ചോദിച്ചു, ദയവായി ഞങ്ങളോട് പറയുക. അപ്പോൾ ഗുരു അവരോടെല്ലാം പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് 4 ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞുതരും. അതെല്ലാ മനുഷ്യരും തീർച്ചയായും കഴിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് 50 വയസ്സ് കഴിഞ്ഞവർ. കാരണം ഈ ഫലങ്ങൾ ദിവസവും കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഒരു രോഗവും ഉണ്ടാകില്ല. നിങ്ങൾ എപ്പോഴും ചെറുപ്പമായും ആരോഗ്യവാനായും തടിമിടുക്കോടെയും തന്തൂരിസ്ഥിരിക്കും. തുടർന്ന് ഗുരു അവരോടെല്ലാം പറഞ്ഞു, ആ 4 ഫലങ്ങളാണ് പപ്പായ, കപ്പളങ്ങ, ഉണക്കമുന്തിരി, കിസ്മിസ്, നാരങ്ങ, ആപ്പിൾ. ശേഷം ഗുരു അവരോടെല്ലാം പറഞ്ഞു, ഈ പഴങ്ങൾ നിങ്ങൾക്ക് ഇത്രയധികം ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഇവ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനം ലഭിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതോടൊപ്പം ഈ പഴങ്ങൾ ആരെല്ലാം കഴിക്കരുത് എന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. 1. പപ്പായ. ശേഷം ഗുരു ആ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ ഫലങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആദ്യം നമുക്ക് പപ്പായയെക്കുറിച്ച് സംസാരിക്കാം. ഇത് 50 വയസ്സുള്ളവർക്ക് ഒരു ജീവൻ നൽകുന്ന സഞ്ജീവനിയാണ്. പപ്പായ പ്രകൃതിയുടെ ഒരു അമൂല്യ സമ്മാനമാണ്. പപ്പായ വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ, ഫൈബർ എന്നിവയാൽ സമ്പന്നമാണ്. ഇതിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ എ കൂടാതെ നിരവധി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് 50 വയസ്സിനു ശേഷം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക.
ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. ഒന്നാമതായി, ഇത് നമ്മുടെ ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. കാരണം നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ദഹനവ്യവസ്ഥ ദുർബലമാവുന്നു. ഇവിടെ പപ്പായയിൽ കാണപ്പെടുന്ന പാപ്പെയിൻ എന്ന എൻസൈം ദഹനത്തെ സഹായിക്കുന്നു. ഈ എൻസൈം ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. അതിലൂടെ ശരീരം ഭക്ഷണത്തിലെ പോഷകങ്ങളെ എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നു. പപ്പായ കട്ടിയുള്ള ഭക്ഷണങ്ങളെയോ ആഹാരത്തെയോ എളുപ്പത്തിൽ ദഹിപ്പിക്കുന്നു. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതുകൂടാതെ ദഹനത്തിന് സഹായിക്കുന്ന പെപ്സിൻ, വിറ്റാമിൻ എ, ബി, സി, ഡി, ഇരുമ്പ്, ഫോസ്ഫറസ്, ആന്റിഓക്സിഡന്റുകൾ, പൊട്ടാസ്യം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, കരോട്ടിൻ എന്നിവയും പപ്പായയിൽ ധാരാളമായി കാണപ്പെടുന്നു. അതിനാൽ ആവർത്തിച്ച് ജലദോഷവും ചുമയും വരുന്നവർക്ക് പപ്പായ പതിവായി കഴിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. കാരണം ഇത് നിങ്ങളുടെ പ്രതിരോധശേഷി, ഇമ്മ്യൂൺ സിസ്റ്റം ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ പ്രായം കൂടുന്തോറും പ്രതിരോധശേഷി സ്വാഭാവികമായി കുറയാൻ തുടങ്ങും. പപ്പായയിൽ വിറ്റാമിൻ സി വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ പ്രതിരോധശേഷി വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നു. വിറ്റാമിൻ സി നിങ്ങളുടെ ശരീരത്തെ അലർജികളോടും അണുബാധകളോടും ഇൻഫെക്ഷൻ പോരാടാൻ സഹായിക്കുന്നു. ഇത് പ്രത്യേകിച്ചും പ്രായമായവർക്ക് വളരെ പ്രധാനമാണ്. ചർമ്മത്തിന് പ്രയോജനകരം. കൂടാതെ വാർദ്ധക്യത്തിൽ ചർമ്മത്തിൽ വരൾച്ചയും ചുളിവുകളും ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ പപ്പായയിൽ കാണപ്പെടുന്ന വിറ്റാമിൻ എയും പാപ്പെയിൻ എന്ന എൻസൈമും ഈ പ്രശ്നങ്ങളോട് പോരാടുകയും ചർമ്മത്തെ സ്വാഭാവികമായി സുന്ദരമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു. പപ്പായയിൽ കാണപ്പെടുന്ന ലൈക്കോപ്പീൻ എന്ന ആന്റിഓക്സിഡന്റ് ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കുന്നു. ക്യാൻസറിന് ചികിത്സ തേടുന്ന ആളുകൾക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. 2. ആപ്പിൾ. തുടർന്ന് ഗുരു അവരോട് പറഞ്ഞു, വരൂ, നമുക്ക് രണ്ടാമത്തെ ഫലമായ ആപ്പിളിനെക്കുറിച്ച് അറിയാം. ആപ്പിൾ നിങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നാണ്. നിങ്ങൾ ദിവസവും ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഡോക്ടറുടെ അടുത്ത് പോകേണ്ടിവരില്ല. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആപ്പിളിൽ നാരുകൾ, ഫൈബർ, വിറ്റാമിനുകൾ, പോഷകങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നു. ഹൃദയാരോഗ്യം. ആപ്പിൾ കഴിക്കുന്നത് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. കാരണം അതിലുള്ള ലയിക്കുന്ന നാരുകൾ, സോളിബിൾ ഫൈബർ, നിങ്ങളുടെ കൊളസ്ട്രോൾ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. ഉയർന്ന കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ ഒരു പ്രധാന ഘടകമാണ്. പ്രായം കൂടുമ്പോൾ ഇതിനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതിനാൽ ദിവസവും ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം നന്നായിരിക്കും. വണ്ണം കുറയ്ക്കാൻ. കൂടാതെ ആപ്പിൾ നിങ്ങളുടെ വണ്ണം സന്തുലിതമാക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രായം കൂടുന്തോറും മെറ്റബോളിസം മന്ദഗതിയിലാകുന്നു. ഇത് കാരണം ഭാരം സന്തുലിതമാക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാകുന്നു. എന്നാൽ ആപ്പിൾ ഒരു കുറഞ്ഞ കലോറിയുള്ള ഫലമാണ്. ഇതിൽ നാരുകൾ ധാരാളമായി കാണപ്പെടുന്നു. നിങ്ങൾ ആപ്പിൾ കഴിക്കുമ്പോൾ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നു. ഇതിൽ കലോറി തീരെയില്ല. ഇത് നിങ്ങളുടെ ഭാരം സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്. കൂടാതെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ നിങ്ങളുടെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. ഇത് നിങ്ങളുടെ ഷുഗർ ലെവൽ സന്തുലിതമാക്കുന്നു. ദഹനം, രോഗപ്രതിരോധശേഷി, അസ്ഥികൾ. ആപ്പിൾ നാരുകളുടെ വളരെ നല്ല ഒരു ഉറവിടമാണ്. അതോടൊപ്പം ഇത് വേഗത്തിൽ ദഹിക്കുകയും ചെയ്യുന്നു. ആപ്പിൾ നിങ്ങൾക്ക് മലബന്ധത്തിൽ കബ്ജ് നിന്നും മോചനം നൽകുകയും ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പോഷകങ്ങളാൽ സമ്പന്നമായ ക്വെർസെറ്റിൻ, വിറ്റാമിൻ സി എന്നിവ ഇതിൽ ധാരാളമായുണ്ട്. ഇത് ഫ്രീ റാഡിക്കലുകളോട് പോരാടാൻ ശരീരത്തെ സഹായിക്കുന്നു. ആപ്പിളിൽ വിറ്റാമിൻ ഡിയുമുണ്ട്. ഇത് എല്ലുകൾക്ക് വളരെ പ്രയോജനകരമാണ്. ആപ്പിൾ കഴിച്ചാൽ നിങ്ങളുടെ എല്ലുകൾ ശക്തമാകും. 3. ഉണക്കമുന്തിരി, റെയ്സിൻസ്, കിസ്മിസ്. തുടർന്ന് ഗുരു പറയുന്നു, മൂന്നാമത്തെ ഫലം ഉണക്കമുന്തിരിയാണ്. യഥാർത്ഥത്തിൽ ഈ ഉണക്കമുന്തിരിയും പ്രായം കൂടുമ്പോൾ വളരെ ഉപയോഗപ്രദമായ ഒരു വസ്തുവാണ്. ഉണക്കമുന്തിരി ഉണങ്ങിയ മുന്തിരിയാണ്. ഇത് ഇരുമ്പ്, പൊട്ടാസ്യം, ആന്റിഓക്സിഡന്റുകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. ഈ ചെറിയ ഉണക്കമുന്തിരി 50 വയസ്സിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. എല്ലുകൾക്ക് ശക്തി. ഇത് നമ്മുടെ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു. കാരണം നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ എല്ലുകൾ ദുർബലമാകാൻ തുടങ്ങുന്നു. അതുവഴി ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതായത് നിങ്ങളുടെ എല്ലുകൾ ദുർബലമായി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഉണക്കമുന്തിരിയിൽ ബോറോൺ, കാൽസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എല്ലുകളെ ശക്തമായി നിലനിർത്തുന്നു. ഉണക്കമുന്തിരി ദിവസവും കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലുകൾ വളരെ എളുപ്പത്തിൽ ശക്തമാകും. ദഹനത്തിനുത്തമം. എല്ലുകളോടൊപ്പം ഇത് നിങ്ങളുടെ ദഹനവ്യവസ്ഥയ്ക്കും വളരെ ഉപയോഗപ്രദമാണ്. ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ അതിലുള്ള നാരുകൾ നിങ്ങളുടെ ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങളെ ആരോഗ്യവാനായി നിലനിർത്തുന്നു. മലബന്ധം വേരോടെ ഇല്ലാതാക്കുന്നു. 50 വയസ്സുള്ളവർക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. ഊർജ്ജം നൽകുന്നു. ഉണക്കമുന്തിരിയിൽ സ്വാഭാവിക പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്നു. നിങ്ങളുടെ പ്രായം കൂടുന്തോറും നിങ്ങളുടെ ഊർജ്ജം കുറയും.
അതുകൊണ്ട് നിങ്ങൾ ദിവസവും ഉണക്കമുന്തിരി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശക്തി നിലനിൽക്കും. നിങ്ങൾ ദിവസവും ഊർജ്ജസ്വലനായി അനുഭവപ്പെടും. ശ്രദ്ധിക്കുക, എന്നാൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ, ഡയബറ്റിസ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഉണക്കമുന്തിരി ഉപയോഗിക്കാവൂ. കാരണം ഉണക്കമുന്തിരിയിൽ സ്വാഭാവിക പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ രക്തത്തിൽ വളരെ വേഗത്തിൽ കലരുന്നു. നിങ്ങൾ ഉണക്കമുന്തിരി കഴിക്കുകയും നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകാം. കൊളസ്ട്രോൾ, ഹൃദയം. നിങ്ങൾ ദിവസവും ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഹൃദയത്തിന് വളരെ പ്രയോജനകരമാണ്. ഇത് കഴിക്കുന്നത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ധമനികൾ, ആർട്ടറികൾ തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കുറയ്ക്കുന്നു. അതോടൊപ്പം ഇത് കഴിക്കുന്നത് ട്രൈഗ്ലിസറൈഡിന്റെ അളവും കുറയ്ക്കുന്നു. ഇത് നിങ്ങൾക്ക് പക്ഷാഘാതം, സ്ട്രോക്ക്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകാൻ സഹായിക്കും. 4. നാരങ്ങ, ലെമൺ. ഇതിനുശേഷം നമ്മൾ നാരങ്ങയെക്കുറിച്ച് സംസാരിക്കുന്നു. നാരങ്ങ വിറ്റാമിൻ സിയാലും ഫ്ലേവനോയിഡുകളാലും നിറഞ്ഞതാണ്. രോഗപ്രതിരോധശേഷി. പ്രായത്തിനനുസരിച്ച് നമ്മുടെ രോഗപ്രതിരോധശേഷി കുറയാൻ തുടങ്ങുന്നു. അപ്പോൾ നാരങ്ങയിൽ വിറ്റാമിൻ സി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത്. വിറ്റാമിൻ സി ഏറ്റവും ശക്തമായ ഒന്നാണ്. ഇത് അണുബാധകളോട് പോരാടുന്നു. ഇത് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് വളരെ പ്രയോജനകരമാണ്. കാരണം ഈ പ്രായത്തിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പ്രായത്തിൽ ഒരിക്കൽ അണുബാധയുണ്ടായാൽ അത് വളരെ ബുദ്ധിമുട്ടിയാണ് ഇല്ലാതാവുക. ജലാംശം, വൃക്കയിലെ കല്ല്. നാരങ്ങയുടെ രണ്ടാമത്തെ പ്രയോജനം, ഇത് നിങ്ങളെ ജലാംശത്തോടെ ഹൈഡ്രേറ്റ് നിലനിർത്തുന്നു. നിങ്ങളുടെ വൃക്കയിൽ കിഡ്നി കല്ലുണ്ടാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. കാരണം പ്രായത്തിനനുസരിച്ച് വൃക്കയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ട് നാരങ്ങ നിങ്ങൾക്ക് കൂടുതൽ പ്രധാനപ്പെട്ടതാകുന്നു. ദിവസവും നാരങ്ങാനീര് ഉപയോഗിക്കുന്നത് നിങ്ങൾ ജലാംശത്തോടെ ഇരിക്കാൻ സഹായിക്കുകയും വൃക്കയിൽ കല്ലുണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. ചർമ്മത്തിന് പ്രയോജനം. നാരങ്ങയിലെ ആന്റി ഓക്സിഡന്റുകൾ പ്രായവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തിൽ നിന്നും ഫ്രീ റാഡിക്കൽ കേടുപാടുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു. അതായത് ഇത് നിങ്ങളുടെ കോശങ്ങളെ, സെൽസ് ആരോഗ്യത്തോടെ നിലനിർത്തുകയും നിങ്ങളുടെ പ്രായം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ പ്രായം കൂടുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന കുറവുകൾ പൂർണ്ണമായും ഇല്ലാതാകും. ആളുകൾ പ്രായമാകുന്നതിനു മുമ്പ് തന്നെ വൃദ്ധരായി കാണപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെയുള്ളവർ ദിവസവും നാരങ്ങാവെള്ളം കുടിക്കുകയാണെങ്കിൽ അവരുടെ പ്രായം കുറഞ്ഞതായി കാണപ്പെടും. കാരണം ദിവസവും നാരങ്ങാവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നൽകുന്നു, ചുളിവുകൾ കുറയാൻ തുടങ്ങുന്നു. അതിനാൽ നിങ്ങളുടെ പ്രായം കുറഞ്ഞതായി തോന്നുകയും കൂടുതൽ പ്രായത്തിലും നിങ്ങൾ ചെറുപ്പമായി കാണപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ദിവസവും ഈ 4 ഫലങ്ങൾ കഴിക്കണം. ഈ 4 ഫലങ്ങൾ നിങ്ങൾ പരിമിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ, കൂടുതലുമല്ല കുറവുമല്ല. നിങ്ങൾ ഈ 4 ഫലങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയകരമായ മാറ്റങ്ങൾ സ്വയം കാണാൻ കഴിയും. ഗുരുവിന്റെ ഉപദേശം കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തിന് നന്ദി പറയുകയും വണങ്ങി സ്വന്തം വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. അതിനുശേഷം ഗുരുവും തന്റെ ശിഷ്യന്മാരോടൊപ്പം ആശ്രമത്തിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുകയും ചെയ്യുക. അതുവഴി അവർക്കും ഈ കഥയിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കഴിയും.